എൻ്റെ മുതലാളി എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. മുതലാളിക്ക് തരാൾ 30,000 രൂപ ഇന്ന് വൈകിട്ട് ക്ലീറ്റസ് വീട്ടിൽ എത്തിച്ചിരിക്കും. എങ്ങനെ എത്തിക്കുന്നൊന്നും മുതലാളി അറിയണ്ട, ഞാനങ്ങ് എത്തിക്കും. ക്ലീറ്റസ് വാക്ക് പറഞ്ഞാൽ വാക്കാ. ആ ഫാസിലേ, സത്യം പറഞ്ഞ എനിക്കിവിടെ നിൽക്കുമ്പോൾ കയ്യും കാലും മറക്കാടോ. അപ്പൊ എനിക്കാ? ഞാൻ ആ എയെ കണ്ടിട്ട് ഒപ്പിട്ട് പൊക്കോട്ടെ. ഞാനെങ്ങാട് പോവും? നീ ഇവിടെ ഒന്നും നീ ഒന്നും ചെയ്തില്ലല്ലോ. കനകത്തെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ തള്ളി മുമ്പിലോട്ടിട്ടാ. മനുഷ്യൻ ഒന്നാലും വയറ് കത്തിയാണ് ഇവിടെ ഇരിക്കണത്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടില്ല. സാറില്ല. ഞാൻ സാറിനെയും മറ്റേ സാറിനെയും കണ്ട് മാപ്പ് പറയാൻ വന്നതാണ്. ഞാൻ മറ്റേ ആ സാറന്മാരെ കണ്ടായിരുന്നു മാപ്പ് പറഞ്ഞിട്ട് അന്നങ്ങനെ പറ്റിപ്പോയി. ക്ലീറ്റോ സാർ പറഞ്ഞപ്പോൾ ആ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. കനക കനക ഒന്നിവിടെ വന്ന്. വർക്ക് ചേർന്നേ മാപ്പ് പറയാൻ വന്നാണ് നെയ്യുന്നേ നിന്നോടും. ക്ലീറ്റസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് സാറേ. പണ്ട് ഞാൻ ഈ അടിക്കും കുത്തിനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നന്നായി സാറേ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണപ്രായമായ ഒരു മോളുണ്ടായോണ്ടേ ഇപ്പൊ ഈ പരിപാടിക്ക് ഒന്നും പോകില്ല. അതുമല്ല, പോലീസുകാരെ എന്റെ പേര് കേട്ടാൽ മതി അപ്പൊ പൊക്കിക്കൊണ്ടു. ഈ 3-4 കൊല്ലം അകത്ത് കിടന്നതിന്റെ ആ ഒരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട് സാർ. സത്യത്തിൽ സാർ കേസിനൊന്നും പോകരുത്. ക്ലീറ്റോ സാർ പറഞ്ഞ പ്രകാരം ഞാൻ ആ പൈസയും കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലീറ്റസ് പറഞ്ഞ പൈസ? ക്ലീറ്റോ സാറ് എല്ലാം ക്ലീറ്റോ സാറിനോട് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. കേസ് കുഴപ്പമില്ല, കേസ് നമുക്ക് പിൻവലിക്കാം കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല സാറ്. നന്നായി വർക്ക് നന്നായി സാറേ. ഇനി വർക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പോലെ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബമായിട്ടൊന്ന് പള്ളിയിലും പോകണം സാറേ. മോടെ കല്യാണ ലെറ്റർ എല്ലാരും വരണം. ഏയോ സാറിനും കൂടെ ഒന്ന് പറഞ്ഞേരെ. ഏയോ അല്ല എന്നാ ആ സാറിനും കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാം. ശരി സാർ. എന്നാ ഓക്കെ. അല്ല നിക്ക് മോളുടെ കല്യാണമെന്നല്ലേ പറഞ്ഞത് അല്ലേ? അതെ. കല്യാണ ചെലവിലേക്ക് ഞങ്ങളുടെ ഒരു സന്തോഷം ഇത് വെച്ചോ. വേണ്ട സാറേ. ക്ലീറ്റോ സാറ് വാങ്ങിക്കോ. ഇതാരും അറിയില്ല. അത് വേണ്ട സാർ, അത് ശരിയാവില്ല. അത് സാർ വെച്ചോ. ഇല്ല കുഴപ്പമില്ല. അല്ല വെച്ചോ സാറേ. വേണ്ടെന്ന് വെക്കി കൈ കാണിക്കോ. വർക്ക് ചേട്ടാ വാങ്ങിക്കോ. കേട്ടാ. പിന്നെ സർക്കാർ ഓഫീസിലൊന്നും കയറി വെല്ലുവിളിക്കരുത് കേട്ടാ. ഇല്ല സാറേ, നിർത്തി വർക്ക് നിർത്തി. ശരി സാർ. ശരി അപ്പൊ ഓക്കെ. എനിക്ക് ശ്വാസം നേരെ വീണത്. ഞാൻ പെട്ടുപോയില്ലേ നീ ഓടിയപ്പാ. ഞാൻ ഓർത്ത് അയാളെ എന്നെ തല്ലിക്കൊല്ലൂന്ന്. അപ്പൊ പറയണ എനിക്ക് മാപ്പ് വേണമെന്ന്. അല്ലടാ, ഞാൻ ആലോചിക്കണത് അതല്ല. എന്റെ അളിയൻ എന്ത് വൃത്തികെട്ടവനാടോ. അവിടുന്ന് 10 അടിക്കാൻ നോക്കി. എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്നോട് 20,000 രൂപ ആണെന്ന് പറഞ്ഞ്. ഇങ്ങനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതപ്പോ ഇയാള് 10,000 രൂപയായിട്ട് വന്നിരിക്കുന്നു. അവൻ 30,000 രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ആള് വെറും ഞാൻ വീട്ടിലേക്കാണ് ചെല്ലട്ടെ, അവനുള്ള ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തൊരു പരിപാടി അളിയാൻ കാണിച്ചേ. അളി ഓഫീസിലോട്ട് വരണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? രമന്തിയോട് ചോദിച്ചപ്പോഴാ പറഞ്ഞ ഓഫീസിലേക്ക് അങ്ങ് പോയിന്ന്. ഒന്നാമത് അവസ്ഥയൊക്കെ അറിയാലോ. ആ ബുള്ളറ്റ് വർക്ക് രാവിലെ മുതൽ എന്നെ വിളിച്ചോണ്ടിരിക്കുക. പൈസ കൊണ്ട് ചെല്ലാൻ 20,000 രൂപ കൊടുക്കണ്ട, കേസ് സെറ്റിൽ ചെയ്യണ്ടേ? അതെ, നിനക്ക് 100 ആയുസാ. നിന്നെ പറ്റി പറഞ്ഞതാ നാക്ക് ഞാൻ വായിലേക്ക് ഇട്ടേ ഉള്ളൂ. അതെ, എനിക്ക് ആയുസ് ഉണ്ടെങ്കിലല്ലേ നിനക്ക് ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനത്തെ വൃത്തികളാണല്ലോ നീ കാണിച്ചോണ്ടിരിക്കണേ. അതെ, കാശ് കൊണ്ട് കൊടുത്തില്ല അവൻ എന്റെ തല വെട്ടുന്നാ പറഞ്ഞേ. പൈസ എടുക്കളിയാ. എന്ത് പൈസ? ബുള്ളറ്റ് വർക്കിക്ക് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, കേസ് സെറ്റിൽ ചെയ്യാൻ 20,000. ആ പൈസ കിട്ടിയില്ല അളിയാ. പൈസ കിട്ടിയില്ലേ? എന്ത് പണിയാടാ കനക. അത് അവനോട് വാക്ക് പറഞ്ഞ പൈസ നീ കൊടുക്കണ്ടേ സമയത്ത്? ഇല്ലല്ലാതെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അയാൾ തരണ്ടേ, അപ്പോഴല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അത് തരണ്ടേ ക്ലീറ്റസ് അവന്റെ അടുത്ത്? എന്റെ ഫാസിലെ നിനക്ക് എവിടെന്നെങ്കിലും മറിച്ച് കൊടുത്തൂടെ? എന്റെ അടുത്ത് എവിടെ നിന്നിരിക്കാനാണ്? എന്റെ അളിയാ, നീ എന്താണ്, നിനക്ക് ജീവനിൽ ഇപ്പൊ കൊതിയുമില്ലേ? എനിക്ക് ജീവനിൽ കൊതിയൊന്നുമില്ല. 20,000 എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നടക്കട്ടെ. അവൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്യൂ അളിയാ. അവൻ ചെയ്യട്ടെ, അല്ല എന്താണ്? അപ്പം നീ ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട. ഈ 20,000 എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഗുണ്ടകൾ അങ്ങനെ ഒന്നും കുറയ്ക്കൂല അളിയാ. എന്നാലും ഒന്ന് സംസാരിച്ചു നോക്ക്. അത് പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു 10 രൂപ എങ്ങനെയെങ്കിലും അളിയ മറക്കി. ഞാൻ 10 രൂപ കടം പറയാം.
10 ഞാൻ എങ്ങനെ ഉണ്ടാക്കും? നീ കുറച്ചും കൂടെ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? എന്ത് കളിയാ ഇത്? നമ്മളൊരു ഗുണ്ട എടുത്താണ് ഒരു ഇടപാട് നടത്തുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 5000 രൂപയുടെ തന്നാലോ? 5000 ഉണ്ടല്ലോ, ആ. 5000 എടുക്ക്. ബാക്കി ഞാൻ പറയാം, ഒരു ചെറിയൊരു തവണ പറയാം, അവധി പറയാം. ഇത് സ്ഥലക്കച്ചവടം ഇവിടെ അളിയന്റെ ജീവൻ നമ്മൾ നോക്കണ്ടേ? ശരി. ഞാൻ വിട്ടു പറഞ്ഞാൽ അവൻ ചെയ്യും, എനിക്കറിയാം. പിന്നെ വെറുതെ എന്തിനാ? അപ്പൊ 5000 എടുക്കളി. അല്ലെങ്കിൽ 5000 വേണ്ട, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. നീ എന്ത് കളിയാണ് കളിക്കുന്നത്? അല്ലാതെ പിന്നെ എന്താണ്? എന്റെ കയ്യിൽ പൈസ അല്ല അതിന് കൊടുക്കുക. അങ്ങനെ എന്റെ അളിയന്റെ അങ്ങനെ ജീവൻ പോണ എനിക്ക് അങ്ങനെ അതൊന്നും സഹിക്കാൻ പറ്റില്ല. നീ പൈസ എടുക്കളിയാ? വരും പോലെ വരട്ടളിയാ, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ചാവാണക്കങ്ങ് ചാവട്ടെ. ജമന്തിയുടെ കാര്യം നീ ആലോചിച്ച? ജമന്തിയുടെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ ജീവിക്കുന്നതിനൊക്കെ ചത്തു പോകുന്നതാണ്. അമ്മയുടെ കാര്യം നീ ആലോചിച്ചില്ല? അമ്മയുടെ കാര്യം അപ്പൊ നീ പൈസ തരില്ലെന്ന് തന്നെ? പൈസ തരൂല്ലളിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുള്ളറ്റ് വർക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണേ. നീ പറ്റില്ല എഴുതാൻ പറ ബുള്ളറ്റ് വർക്കിനോട് പോകല്ലേ. ഇതിപ്പോ വല്ലാത്തൊരു എന്തല്ലയാ? അതെ, ഞാനും ബുള്ളറ്റ് വർക്ക് ആയിട്ടുള്ള കേസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഒത്തുതീർന്നു. അതെങ്ങനെ ഒത്തീർപ്പാവും? ഞാൻ അറിയാതെ എങ്ങനെ ഒത്തീർപ്പാവും? അതിനെന്തിനാ നീ അറിയുന്നതൊക്കെ? പിന്നെ ഞാൻ അറിയണ്ടേ? ഞാൻ ആവശ്യപ്പെട്ടുള്ള 10000 രൂപ ബുള്ളറ്റ് വർക്ക് എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കേസ് പിൻവലിച്ചൂടെ? 10000 രൂപ ബുള്ളറ്റ് വർക്ക് ഇവിടെ കൊണ്ടു തന്നോ? അതൊന്നും ശരിയാവൂല. അല്ല, നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്കുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടാ? സമാധാനമായി. അല്ലെ, ബാക്കി ഗുണ്ടയാണെങ്കിലും അവൻ നെറുകേട് കാണിക്കാനാ, നല്ല പയ്യനാ. എവിടെ കളിയാ? ബുള്ളറ്റ് വർക്കിയുടെ മോളുടെ കല്യാണക്കുറി നിന്നോടും കുടുംബത്തിനോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്താ അവന്റെ കല്യാണക്കുറി? തമാശ കളിക്കരുത്, എനിക്കെന്താ കാശ് വേണം. കാശ് തരാടാ. നിനക്ക് ആ 10000 രൂപ നീ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള 20000 രൂപ ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ നിനക്ക് ഒരുമിച്ച് തരാം. ഇതൊരു ഓഫീസാണ്, ഇവിടെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തീർക്കണ്ട. അത് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് തീർക്കാം കേട്ടാ. Alien versus Alien.